മെക്സിക്കോയുടെ സാമ്പത്തിക, സാംസ്കാരിക, രാഷ്ട്രീയ കേന്ദ്രമാണ് മെക്സിക്കോ സിറ്റി. രാജ്യത്തെ ആകെ ജനസംഖ്യയുടെ 1/5 കേന്ദ്രീകരിച്ചിട്ടുള്ള നഗരം. സ്പാനിഷ് കോളനി ആയിരുന്നതിനാൽ സ്പാനിഷ് സംസ്കാരത്തിന്റെയും തദ്ദേശീയ മെക്സിക്കൻ സംസ്കാരത്തിന്റെയും സമ്മേളനം ഇവിടെ പ്രകടമായി കാണാനാവും. ദാരിദ്ര്യം ഇന്നും പരിഹരിക്കാനാവാത്ത പ്രശ്നമായി തുടരുന്നുണ്ടെങ്കിലും ഡൗൺ ടൗൺ ഉൾപ്പെടെയുള്ള നഗര കേന്ദ്രങ്ങളിൽ അത് ദൃശ്യമാവില്ല. ഒരു യൂറോപ്യൻ നിലവാരമാണ് എവിടെയും. എന്നാൽ നഗരപ്രാന്തങ്ങളിലേക്ക് ചെന്നാൽ സ്ഥിതി വ്യത്യസ്തമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ചേരി വരെ അവിടെയുണ്ട്. നമുക്ക് മെക്സിക്കോ സിറ്റിയുടെ കാഴ്ചകളിലേക്ക് പോകാം. ഈ സിറ്റി ടൂറിൽ നാം എത്തുന്നത് മെക്സിക്കോ സിറ്റിയുടെ പ്രധാനപ്പെട്ട 10 ഡെസ്റ്റിനേഷനുകളിലേക്കാണ്. ആദ്യം സോക്കാളോ സ്ക്വയർ ആണ്. പിന്നെ മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ, തുടർന്ന് ടെംപ്ലോ മയോർ മ്യൂസിയം, അവിടെ നിന്നും മദെയ്റോ സ്ട്രീറ്റ്, പിന്നെ നാഷണൽ പാലസ്, തുടർന്ന് അലമേഡ സെൻട്രൽ സിറ്റി പാർക്ക്, അടുത്തത് പലാസിയോ ദെ ബെല്ലാസ് ആർട്ടസ്, പിന്നെ ബാരിയോ ചിനോ, അവിടെ നിന്നും നാഷണൽ മ്യൂസിയം ഓഫ് ആന്ത്രോപോളജി, അവസാനമായി ചപുൽറ്റേപെക്ക് കാസിൽ. മെക്സിക്കോ സിറ്റിയിൽ യാത്ര ആരംഭിക്കാൻ ഏറ്റവും യോജിച്ച സ്ഥലം സോക്കാളോ സ്ക്വയർ ആണ്. നഗരത്തിന്റെ ഹൃദയം. മെക്സിക്കോ സിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ചരിത്ര പ്രാധാന്യം നിറഞ്ഞതുമായ ചത്തുരം. 240 മീറ്റർ നീളമുണ്ട് ഈ സ്ക്വയറിന്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ നഗര ചത്തുരമെന്ന സവിശേഷതയും സോക്കാളോയ്ക്കുണ്ട്. മെക്സിക്കോ സിറ്റിയുടെ സാംസ്കാരിക കേന്ദ്രവും ഈ സ്ക്വയർ തന്നെയാണെന്ന് പറയാം. ദേശീയ പ്രാധാന്യമുള്ള ചടങ്ങുകളുടെയും ആഘോഷങ്ങളുടെയും സ്ഥിരം വേദിയാണിത്. ആഘോഷിക്കാൻ എന്ത് കാരണമുണ്ടായാലും മെക്സിക്കോ സിറ്റിയിലെ ജനങ്ങൾ ഇവിടെ ഒത്തുകൂടും. പാട്ടും നൃത്തവുമെല്ലാമായി രാത്രികൾ കൊഴുപ്പിക്കും. സമ്മർദ്ദങ്ങളെ മാറ്റിവെച്ച് ഉല്ലസിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സ്പാനിഷ് ജനതയുടെ പൊതു മനോഭാവമാണിത്. ഇന്ന് മെക്സിക്കോ സിറ്റിയിലെ ടൂറിസത്തിന്റെ കേന്ദ്രമാണ് സോക്കാളോ സ്ക്വയർ. മെക്സിക്കോ സിറ്റി മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ, പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതി ഉൾപ്പെടുന്ന നാഷണൽ പാലസ്, സിറ്റി ഹാൾ തുടങ്ങിയ ചരിത്ര നിർമ്മിതികൾ ഈ ചത്തുരത്തിന്റെ വശങ്ങളിലാണുള്ളത്. ചുറ്റും കോട്ട പോലെ ഉയർന്നു നിൽക്കുന്ന പൗരാണിക മന്ദിരങ്ങൾ രസകരമായ കാഴ്ചയാണ്. രാത്രിയിൽ വൈദ്യുത വിളക്കുകൾ തെളിയുന്നതോടെ കാഴ്ച കൂടുതൽ മനോഹരമാകുന്നു. അതോടൊപ്പം ചെറു കലാസംഘങ്ങളുടെ സ്ട്രീറ്റ് പെർഫോമൻസുകളും ഉണ്ടാകും. ഇനി കാണേണ്ടത് മെക്സിക്കോ സിറ്റി മെട്രോപൊളിറ്റൻ കത്തീഡ്രലാണ്. സോക്കാളോ സ്ക്വയറിന്റെ വടക്കുവശത്താണിത്. നഗരത്തിലെ പ്രധാനപ്പെട്ട ദേവാലയം. ആസ്ടെക് ഉപവിഭാഗമായ മെക്സിക്ക ഗോത്രത്തിന്റെ അന്ത്യം മുതൽ സ്പാനിഷ് കോളനിയുടെ വളർച്ചയും മെക്സിക്കോയുടെ രൂപീകരണവും അടക്കമുള്ള സുപ്രധാന സംഭവങ്ങൾക്കെല്ലാം ഈ ചർച്ച് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ആസ്ടെക് സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രമായിരുന്ന ടെംപ്ലോ മയോർ തകർത്താണ് ഇവിടെ ചർച്ച് പണി കഴിപ്പിച്ചത്. ക്ഷേത്രത്തിന്റെ അടിത്തറയുടെ അവശേഷിപ്പുകൾ പല ഭാഗങ്ങളിലായി ചില്ലിട്ട് സംരക്ഷിച്ചിട്ടുണ്ട്. സ്പെയിനിന്റെ പുതിയ കോളനിയിലെ പ്രധാനപ്പെട്ട ദേവാലയമായിരുന്നതിനാൽ അത്യാഡംബരങ്ങളോടെയാണ് മന്ദിരം നിർമ്മിച്ചിട്ടുള്ളത്. കൊത്തുപണികളുടെയും അലങ്കാരങ്ങളുടെയും ബാഹുല്യം എങ്ങും കാണാം.
2.5 നൂറ്റാണ്ട് വേണ്ടി വന്നിരുന്നു മന്ദിരത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ. അതിനാൽ ഓരോ കാലത്തും ശ്രദ്ധ നേടിയ വാസ്തുവിദ്യാ ശൈലികൾ പല രൂപത്തിൽ നിർമ്മിതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഉള്ളിൽ നിരവധി അൾത്താരകൾ കാണാം. അതിലൊന്നിലെ കറുത്ത നിറമുള്ള യേശുവിന്റെ രൂപം ശ്രദ്ധേയമാണ്. ഇനി നമുക്ക് ടെംപ്ലോ മയോർ ക്ഷേത്രത്തിന്റെ അവശേഷിപ്പുകൾ ഖനനം ചെയ്തെടുത്ത ആർക്കിയോളജിക്കൽ സൈറ്റിലേക്ക് പോകാം. മെട്രോപൊളിറ്റൻ കത്തീഡ്രലിന് പിന്നിലായാണ് ഇത്. ഒരു ഇൻഡോർ മ്യൂസിയവും ഖനനം നടത്തിയ ഔട്ട്ഡോർ ഏരിയയും സൈറ്റിലുണ്ട്. 100 മീറ്റർ നീളമുള്ള ബൃഹത് ക്ഷേത്രമാണ് ഇവിടെ സ്ഥിതി ചെയ്തിരുന്നത്. പിരമിഡ് രൂപത്തിൽ നിർമ്മിച്ച പ്രൗഢ നിർമ്മിതി ആസ്ടെക് സാമ്രാജ്യത്തിന്റെ ശക്തിയുടെയും സമ്പത്തിന്റെയും അടയാളമായിരുന്നു. ദേവപ്രീതിക്കായി മനുഷ്യബലി അടക്കമുള്ള അനുഷ്ഠാനങ്ങൾ നടന്നിരുന്നതും ഇതേ സ്ഥാനത്താണ്. ക്ഷേത്രത്തിന്റെ അടിത്തറയുടെ ഭാഗമായ കൽക്കെട്ടുകളും ചില നിർമ്മിതികളും മാത്രമേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ. ചുറ്റും കാണുന്ന കെട്ടിടങ്ങളെല്ലാം ക്ഷേത്ര അവശിഷ്ടങ്ങൾക്ക് മുകളിലാണ് പണിതുയർത്തിയിട്ടുള്ളത്. മെക്സിക്ക ഗോത്രവർഗക്കാരുടെ തലസ്ഥാനമായിരുന്ന ടെനോ ചിത്തത്തിലാൻ നഗരത്തിന്റെ കേന്ദ്രവും ഈ കോംപ്ലക്സ് ആയിരുന്നു. ടെംപ്ലോ മയോർ എന്ന പേര് ക്ഷേത്രത്തിന് സ്പെയിൻകാർ നൽകിയതാണ്. പിന്നീട് നഗരം സ്ഥാപിച്ചപ്പോൾ മെക്സിക്ക ഗോത്രത്തിന്റെ പേര് കടമെടുത്ത് മെക്സിക്കോ എന്നും പേരിട്ടു. ടെംപ്ലോ മയോർ ആർക്കിയോളജിക്കൽ സൈറ്റിന് അതീവ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നു. കാരണം മെക്സിക്ക ഗോത്രവർഗത്തെ പറ്റിയുള്ള സുപ്രധാന വിവരങ്ങൾ ലഭ്യമായ അപൂർവ സൈറ്റുകളിൽ ഒന്നാണിത്. ഇവിടെ നിന്നും ശേഖരിച്ച പുരാവസ്തുക്കൾ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആധുനിക മെക്സിക്കോ സിറ്റിയുടെ മുഖമെന്ന് വിശേഷിപ്പിക്കാനാവുന്ന ഡെസ്റ്റിനേഷനാണ് സിറ്റി ടൂറിൽ അടുത്തത്. കൾച്ചറൽ ആൻഡ് ഷോപ്പിംഗ് സ്ട്രീറ്റായ മദൈറോ അവന്യൂ. 1 കിലോമീറ്റർ നീളമുള്ള ഈ തെരുവ് സോക്കാളോ സ്ക്വയറിൽ നിന്നും ആരംഭിച്ച് ലാറ്റിൻ അമേരിക്കൻ ടവറിനടുത്ത് അവസാനിക്കുന്നു. ഏതു നേരവും വലിയ ജനത്തിരക്കാണ് ഇവിടെ. നിറഞ്ഞൊഴുകുന്ന ജനപ്രവാഹം തന്നെയാണ് സ്ട്രീറ്റിന്റെ സവിശേഷതയും. ഇതിൽ ടൂറിസ്റ്റുകളും നഗരവാസികളും സമീപ പ്രദേശങ്ങളിൽ നിന്നും ഷോപ്പിങ്ങിനായി എത്തിയവരുമൊക്കെയുണ്ട്. സുവനീർ ഷോപ്പുകളും റെസ്റ്റോറന്റുകളും പബ്ബുകളും മൾട്ടിനാഷണൽ ബ്രാൻഡുകളുടെ ഔട്ട്ലെറ്റുകളുമെല്ലാം ഈ സ്ട്രീറ്റിൽ പ്രവർത്തിക്കുന്നു. ഏതുതരം ഉൽപ്പന്നങ്ങളും ലഭ്യമാണ്. ഇതിൽ സ്വർണം, വെള്ളി ആഭരണങ്ങൾ വിൽക്കുന്ന കടകളുടെ നീണ്ട നിര നിങ്ങളെ അത്ഭുതപ്പെടുത്തും. സ്വർണത്തേക്കാൾ വെള്ളിയോടാണ് ഈ നാട്ടുകാർക്ക് താൽപ്പര്യം. സ്ട്രീറ്റിൽ വാഹനഗതാഗതം അനുവദിച്ചിട്ടില്ല. പാത മുഴുവനും ടൈൽ വിരിച്ച് വൃത്തിയോടെയാണ് സംരക്ഷിക്കുന്നത്. ഒരു അന്താരാഷ്ട്ര നിലവാരം കാണാം എവിടെയും. പല നാടുകളിൽ നിന്നെത്തിയ ജനങ്ങളെ കണ്ടും ഷോപ്പുകൾ കയറി ഇറങ്ങിയും ഇതുവഴി നടക്കുന്നത് തന്നെ രസകരമായൊരു അനുഭവമാണ്. ടൂറിസ്റ്റുകൾ ഭൂരിഭാഗവും ആ നടത്തം ആസ്വദിക്കുന്നവരാണ് താനും. സ്ട്രീറ്റിന്റെ ഇരുവശത്തുമുള്ള കെട്ടിടങ്ങൾക്ക് പൗരാണിക ഭാവമുണ്ട്. ഇവയിൽ മിക്കതും 2-3 നൂറ്റാണ്ടുകൾ പഴക്കമുള്ളവയാണ്. ഷോപ്പുകൾ കൂടാതെ ആദ്യകാല ചർച്ചുകളും മ്യൂസിയങ്ങളും അടക്കമുള്ള ഡെസ്റ്റിനേഷനുകളും വശങ്ങളിലുണ്ട്. സ്ട്രീറ്റ് പെർഫോമൻസുകളാണ് അവന്യൂവിലെ മറ്റൊരാകർഷണം. ലാറ്റിൻ അമേരിക്കൻ സംഗീത ബാൻഡുകളുടെ പ്രകടനങ്ങൾ ഇവിടെ എപ്പോഴും ഉണ്ടാകും. ഇതിൽ നിങ്ങൾക്കത്ര പരിചിതമല്ലാത്ത ഓർഗൻ ഗ്രൈൻഡർ എന്ന സംഗീത ഉപകരണം ഒറ്റയ്ക്ക് വായിക്കുന്നവർ വരെയുണ്ട്.
സ്ട്രീറ്റിന്റെ ഒരറ്റത്തായുള്ള ലാറ്റിൻ അമേരിക്കൻ ടവർ ഇവിടുത്തെ പ്രധാന ഡെസ്റ്റിനേഷനാണ്. ടവറിലെ ഒബ്സർവേഷൻ ഡെക്കിൽ നിന്നുകൊണ്ട് നഗരത്തിന്റെ ചുറ്റുവട്ട കാഴ്ചകൾ കാണാനാവും. ഇനി നമുക്ക് സോക്കാളോ ചത്തുരത്തോട് ചേർന്നുള്ള നാഷണൽ പാലസ് കണ്ടുവരാം. മെക്സിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയാണിത്. സ്ക്വയറിന്റെ കിഴക്കുഭാഗത്തായിട്ടാണ് സ്ഥാനം. 200 മീറ്റർ നീളത്തിൽ ചത്തുരത്തിന്റെ കിഴക്കുവശം മുഴുവനും ഈ മന്ദിരം നിറഞ്ഞു നിൽക്കുന്നു. 16-ാം നൂറ്റാണ്ടിൽ സ്പാനിഷ് കോളനി രൂപീകരിച്ചപ്പോൾ തന്നെ നാഷണൽ പാലസും പണി കഴിപ്പിച്ചിരുന്നു. വൈസ്രോയിമാർ ഇവിടം കേന്ദ്രമാക്കിയാണ് കോളനി ഭരിച്ചിരുന്നത്. പിന്നീട് രാഷ്ട്രം രൂപീകരിച്ചപ്പോൾ മെക്സിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായി ഇത് മാറി. ബറോക്ക് ആർക്കിടെക്ചറിലുള്ള രൂപകൽപ്പനയാണ് കൊട്ടാരത്തിന്റെ മുഖ്യ ആകർഷണം. കൊട്ടാരത്തിന്റെ 3-ാം നിലയിലെ മട്ടുപ്പാവിൽ ഒരു മണി കാണാം. സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിന്റെ ഭാഗമായി പ്രസിഡന്റ് ഈ മണി മുഴക്കുന്ന പതിവുണ്ട്. അപ്പോൾ സ്ക്വയറിൽ ഒത്തുകൂടുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ആർപ്പ് വിളിച്ചുകൊണ്ട് പ്രസിഡന്റിനെ അഭിവാദ്യം ചെയ്യും. കൊട്ടാരത്തിന് ഉൾവശം ശില്പങ്ങളാലും കൊത്തുപണികളാലും മ്യൂറലുകളാലും അലങ്കൃതമാണ്. ആസ്ടെക് കാലഘട്ടം മുതലുള്ള ചരിത്ര സംഭവങ്ങൾ ചുവർ ചിത്രങ്ങളിൽ കാണാം. മെക്സിക്കൻ സാംസ്കാരിക ചരിത്രം വിവരിക്കുന്ന പുരാവസ്തു പ്രദർശനവും ഇവിടെയുണ്ട്. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. മെക്സിക്കോ സിറ്റിയിലൂടെ നടന്നു മടുക്കുമ്പോൾ വിശ്രമിക്കാൻ ഡൗൺ ടൗൺ മേഖലയിൽ പറ്റിയൊരിടമുണ്ട്. അലമേഡ സെൻട്രൽ പാർക്ക്. 1592 നിർമ്മിച്ച സിറ്റി പാർക്കാണിത്. മരങ്ങൾ നട്ടുപിടിപ്പിച്ച് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ള അർബൻ ഗ്രീൻ സ്പേസ്. അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ ആദ്യമായി സ്ഥാപിച്ച പബ്ലിക് പാർക്ക് എന്ന പ്രത്യേകതയും അലമേഡയ്ക്കുണ്ട്. നഗരത്തിലൂടെ കാഴ്ചകൾ കണ്ട് നടക്കുന്നതിനിടയിൽ പാർക്കിലെ മരത്തണലിൽ അല്പസമയം ചിലവിടാം. പച്ചപ്പിന്റെ ഭംഗി നുകർന്നും ആളുകളെ കണ്ടും ഇവിടെ ഇരിക്കുന്നത് രസമാണ്. ഭംഗിയുള്ള നിരവധി വാട്ടർ ഫൗണ്ടനുകൾ പാർക്കിൽ പലയിടങ്ങളിലായുണ്ട്. ചില ഫൗണ്ടനുകളിൽ ചെറിയൊരു കുളിയുമാവാം. ചൂടുകാലത്ത് ഈ ജലധാരകളിൽ കുളിക്കുന്നത് നഗരവാസികൾക്കൊരു ഹരമാണ്. കലാപ്രകടനങ്ങളാണ് പാർക്കിലെ മറ്റൊരാകർഷണം. പാർക്കിന്റെ വശങ്ങളിൽ ധാരാളം റെസ്റ്റോറന്റുകളും സുവനീർ ഷോപ്പുകളും പ്രവർത്തിക്കുന്നുണ്ട്. തനത് മെക്സിക്കൻ വിഭവങ്ങൾ ഈ ഭക്ഷണശാലകളിൽ ആസ്വദിക്കാം. സുവനീർ കടകളിൽ നിന്നും മെക്സിക്കൻ സംസ്കാരത്തെ ഓർമ്മിപ്പിക്കുന്ന സുവനീറുകളും വാങ്ങാം. ഇനി നമുക്ക് നിയോ ക്ലാസിക്കൽ ശൈലിയിൽ സൃഷ്ടിച്ചിട്ടുള്ള മനോഹരമായൊരു മാർബിൾ മന്ദിരം കാണാം. പലാസിയോ ദെ ബെല്ലാസ് ആർട്ടസ്. ഇതൊരു കലാസാംസ്കാരിക കേന്ദ്രമാണ്. ആർട്ട് കത്തീഡ്രൽ ഓഫ് മെക്സിക്കോ എന്നൊരു വിശേഷണവും സ്ഥാപനത്തിന് ലഭിച്ചിട്ടുണ്ട്. സർഗാത്മകതയുടെ ലോകം എന്ന് ലളിതമായി പറയാം. മനുഷ്യന്റെ ഭാവനയുടെയും ക്രിയേറ്റിവിറ്റിയുടെയും വലിപ്പം ഇവിടെ നിങ്ങളെ അമ്പരപ്പിക്കും. കണ്ണെടുക്കാനാവാതെ നോക്കി നിന്നു പോകും വിധം മനോഹരമാണ് മന്ദിരം. സങ്കീർണമായ ഡിസൈനും കൊത്തുപണികളും അലങ്കാരങ്ങളുമെല്ലാം ചേരുന്ന സുന്ദരമായൊരു നിർമ്മിതി. വെളുത്ത ടൈൽ വിരിച്ച അങ്കണം ചുറ്റുമുണ്ട്.
പുറംഭാഗത്ത് ഇളം നിറമുള്ള ടൈലുകളാണെങ്കിൽ ഉള്ളിലത് കറുപ്പും ബ്രൗണുമെല്ലാം ഉൾപ്പെടുന്ന കടും നിറങ്ങളാകുന്നു. ആർട്ട് ഡെക്കോ ശൈലിയാണ് ഉള്ളിലെ അലങ്കാരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത്. ചിത്രങ്ങളും ശില്പങ്ങളും സ്ഥാപിച്ച് മൂടി കൂട്ടിയിട്ടുമുണ്ട്. ഒരു ആർട്ട് ഗ്യാലറി പോലെയാണ് ഉൾവശത്തിന്റെ ക്രമീകരണം. നിരവധി സ്റ്റേജുകളുണ്ട് കോംപ്ലക്സിൽ. കൺസേർട്ട്, ബാലെ, നൃത്തം എന്നു തുടങ്ങി വിവിധ തരം കലാപരിപാടികൾ ഇവിടെ അരങ്ങേറുന്നു. ലോകത്തിലെ മിക്ക പ്രമുഖ നഗരങ്ങളിലും ചൈന ടൗണുകളുണ്ട്. ഇവിടെയുമുണ്ട് അങ്ങനൊരു പ്രദേശം, ബാരിയോ ചിനോ. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കും ഭക്ഷണത്തിനും പേര് കേട്ട തെരുവ്. ഡൊളോറസ് എന്ന സ്ട്രീറ്റിന്റെ ഭാഗമാണിത്. ചൈന ടൗണിലേക്ക് നമ്മെ വരവേൽക്കുന്നത് ചൈനീസ് ശൈലിയിലുള്ള കമാനമാണ്. കമാനം കടന്നെത്തുമ്പോൾ പാതയുടെ വശങ്ങളിലും ഇടത്തെരുവുകളിലുമായി ഷോപ്പുകളും റെസ്റ്റോറന്റുകളും പ്രവർത്തിച്ചു വരുന്നു. ചൈന ടൗൺ ആണെങ്കിലും കെട്ടിടങ്ങൾക്ക് മെക്സിക്കൻ രൂപഭാവങ്ങളാണുള്ളത്. ചൈനീസ് പ്രതീതി സൃഷ്ടിക്കാൻ കടും നിറങ്ങൾ പൂശുകയും ലാന്റേണുകൾ തൂക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. അതുപോലെ മെക്സിക്കോക്കാരായ ധാരാളം കച്ചവടക്കാരെയും ജോലിക്കാരെയും ഇവിടെ കാണുകയും ചെയ്യാം. റെസ്റ്റോറന്റുകളിൽ ചൈനീസ് വിഭവങ്ങൾക്കൊപ്പം മെക്സിക്കൻ വിഭവങ്ങളും ലഭിക്കും. മറ്റ് ഷോപ്പുകളിൽ ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്ത വില കുറഞ്ഞ ഉൽപ്പന്നങ്ങളാണുള്ളത്. ഇലക്ട്രോണിക്സ് ഗാഡ്ജറ്റുകൾ, പ്ലാസ്റ്റിക് നിർമ്മിത വസ്തുക്കൾ എന്നിവയൊക്കെ വാങ്ങാൻ ധാരാളം ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. ചൈനീസ് വിശേഷ ദിവസങ്ങളിൽ വലിയ ആഘോഷങ്ങളാണ് ബാരിയോ ചിനോയിൽ സംഘടിപ്പിക്കുക. അന്ന് മെക്സിക്കോ സിറ്റിയിലെ ചൈനീസ് വംശജരും ഇവിടെ ഒത്തുകൂടി ആഘോഷങ്ങളുടെ ഭാഗമാകും. ഇനി മെക്സിക്കോ സിറ്റിയിൽ ഏറ്റവും അധികം സന്ദർശകരെത്തുന്ന ഒരു മ്യൂസിയം കാണാം. നാഷണൽ മ്യൂസിയം ഓഫ് ആന്ത്രോപോളജി. 2 കാരണങ്ങൾ കൊണ്ടാണ് ഈ മ്യൂസിയം ഒഴിവാക്കാനാവാത്ത കാഴ്ചയാകുന്നത്. ഒന്ന്, മോഡേൺ ആർക്കിടെക്ചറിൽ നിർമ്മിച്ചിട്ടുള്ള മന്ദിരമാണ്. അധികം അലങ്കാരങ്ങളും ആഡംബരങ്ങളും ഇല്ലെങ്കിലും ഗാംഭീര്യം നിറഞ്ഞ ഡിസൈൻ മന്ദിരത്തെ വേറിട്ട കാഴ്ചയാക്കി മാറ്റുന്നു. ഒരു സെൻട്രൽ കോർട്ട്യാർഡും ചുറ്റുമുള്ള കെട്ടിടങ്ങളുമാണ് കോംപ്ലക്സിലുള്ളത്. വിശാലമായ നടുമുറ്റത്തിലെ വ്യത്യസ്തമായ നിർമ്മിതിയാണ് അംബർല എന്ന് വിശേഷിപ്പിക്കുന്ന ഒറ്റ തൂണിൽ താങ്ങി നിർത്തിയിട്ടുള്ള മേൽക്കൂര. ആസ്ടെക് പാരമ്പര്യം അടിസ്ഥാനമാക്കിയാണ് ഇതിന്റെ നിർമ്മാണം. നാഷണൽ മ്യൂസിയം ഓഫ് ആന്ത്രോപോളജിയെ വേറിട്ട് നിർത്തുന്ന രണ്ടാമത്തെ ഘടകം പുരാവസ്തുക്കളുടെ വിപുലമായ ശേഖരം തന്നെയാണ്. അത്യപൂർവമായ പുരാവസ്തുക്കൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സവിശേഷമായ മായൻ ശില്പങ്ങളാണ് ഇതിൽ പ്രധാനം. യൂറോപ്യന്മാർ എത്തുന്നതിനു മുമ്പുള്ള മെസോ അമേരിക്കൻ മേഖലയുടെ ചരിത്രം വിശദമായി അവതരിപ്പിക്കുകയും ചെയ്യുന്നു. കൂടുതൽ വിശദമായ വിവരങ്ങൾ അറിയാൻ വിദഗ്ധരായ ഗൈഡുകളുടെ സേവനവും തേടാം. ആസ്ടെക് വംശജരുടെ വിശ്വാസങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും മറ്റും നമ്മെ സംബന്ധിച്ചിടത്തോളം അത്ഭുതപ്പെടുത്തുന്ന അറിവുകളായിരിക്കുമെന്നത് തീർച്ചയാണ്. നമ്മുടെ അടുത്ത ലക്ഷ്യം ഒരു കാസിലാണ്. ആർക്കിടെക്ചർ ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ ഈ ഒരു മന്ദിരം മാത്രമേ കാസിലായി കണക്കാക്കുന്നുള്ളൂ. ചപുൽറ്റേപെക് എന്നാണ് ഈ കാസിലിന്റെ പേര്. സ്ഥാനം മെക്സിക്കോ സിറ്റിയിലെ ചപുൽറ്റേപെക് എന്ന കുന്നിലും. ഇതേ പേരിൽ തന്നെ 600 ഏക്കറിലധികം വിസ്തൃതിയുള്ള ഉദ്യാനവും ചുറ്റുവട്ടത്തുണ്ട്.
ഒഴിവു സമയം ചിലവിടാൻ നല്ലൊരു ഡെസ്റ്റിനേഷനാണിത്. നഗരത്തിന്റെ ബഹളങ്ങളില്ലാത്ത ശാന്തമായ അന്തരീക്ഷം. കുന്നിൻമുകളിലെ ചപുൽറ്റേപെക്ക് കാസിൽ നിയോ ക്ലാസിക്കൽ, നിയോ ഗോഥിക് ശൈലികൾ കൂട്ടിയിണക്കി നിർമ്മിച്ചിട്ടുള്ള മനോഹരമായ നിർമ്മിതിയാണ്. സ്പാനിഷ് കൊട്ടാരങ്ങളുടെ രൂപഭാവങ്ങളാണ് ഇതിനുള്ളത്. നാഷണൽ പാലസിലെ പോലെ ഇവിടെയും കാണാം ഉൾവശത്ത് മ്യൂറലുകൾ കൊണ്ടുള്ള മോടി പിടിപ്പിക്കലുകൾ. മനോഹരമായ ശില്പങ്ങളും ചിത്രങ്ങളും പലയിടങ്ങളിലായി സ്ഥാപിച്ചിട്ടുമുണ്ട്. കൂടാതെ പഴയകാല ഫർണിച്ചറുകളും മറ്റുപകരണങ്ങളും കേടുകൂടാതെ സൂക്ഷിച്ചിരിക്കുന്നു. മെക്സിക്കോ നാഷണൽ ഹിസ്റ്ററി മ്യൂസിയത്തിന്റെ പ്രവർത്തനം ഈ കാസിൽ കേന്ദ്രീകരിച്ചാണ്. രാജ്യത്തിന്റെ വിശദമായ ചരിത്രം പുരാവസ്തുക്കളിലൂടെയും ചിത്രങ്ങളിലൂടെയും രേഖകളിലൂടെയും അവതരിപ്പിച്ചിട്ടുണ്ട്. മെക്സിക്കോ സിറ്റിയുടെ പനോരമിക് കാഴ്ചകളാണ് കാസിലിലെ മറ്റൊരാകർഷണം. സായാഹ്നങ്ങളിൽ ഈ ദൃശ്യങ്ങൾ കൂടുതൽ ഗംഭീരമാകും. മെക്സിക്കോയുടെ തലസ്ഥാനമായ മെക്സിക്കോ സിറ്റിയിലെ പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനുകളാണ് നാം ഇപ്പോൾ കണ്ടത്. സംഭവബഹുലമായ ചരിത്രവും സാംസ്കാരിക നേട്ടങ്ങളുമാണ് ഈ നഗരത്തിന്റെ പ്രത്യേകതകൾ. മെക്സിക്കോ സിറ്റിയിൽ ഒരു ടൂറിസ്റ്റ് എന്ന നിലയിൽ നിങ്ങൾ കാണുക സ്പാനിഷ് കൊളോണിയൽ കാലഘട്ടം മുതൽക്കുള്ള ചരിത്രമാണ്. മനോഹരമായ കൊട്ടാരങ്ങൾ, സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആധുനിക ഷോപ്പിംഗ് സ്ട്രീറ്റുകൾ, മ്യൂസിയങ്ങൾ എന്നിവയെല്ലാം മെക്സിക്കോ സിറ്റിയെ ഒരു മികച്ച ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി മാറ്റുന്നു.